Hello dear students, welcome to Madrood. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്സാമിന് 2022 ജൂലൈയിലും ജാനുവരിയിലും ടോപ്പോളജിയിൽ നിന്ന് വന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, let x be a topological space and for x belongs to x, let nx be the neighborhood system at x. Okay. Then which among the following statement is not correct? നമ്മളോട് തന്നിട്ടുണ്ട്, നമ്മൾ ഒരു സെറ്റ് എന്താണ്, ഒരു ടോപ്പോളജിക്കൽ സ്പേസ് x ഉണ്ട്, അതിലൊരു പോയിന്റ് ആണ് x, nx ഉള്ള എന്താണ്, x എന്നുള്ള പോയിന്റിന്റെ നൈബർഹുഡ് സിസ്റ്റം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം x എന്നുള്ള പോയിന്റിന്റെ x എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസിലുള്ള നൈബർഹുഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നൈബർഹുഡിന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പൊ x എന്നുള്ളത് എന്താണ്, ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. ഈ x എന്നുള്ള സെറ്റിലുള്ള ഒരു പോയിന്റ് ആണ് x. ഓക്കെ, ഇനി x എന്നുള്ള പോയിന്റിന്റെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് നമ്മൾ എടുത്തു. ഫോർ എക്സാമ്പിൾ ആയിട്ട് u എന്നുള്ളത് എന്താണ്, u എന്നുള്ളത് എന്താണ്, എക്സ് ഉള്ള പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സിന്റെ ഒരു സബ്സെറ്റ് ആണ് യു, എക്സ് എന്നുള്ള പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇനി യുവിനെ, ഓക്കെ, യു എന്നുള്ള സെറ്റിന് നമ്മൾ നൈബർഹുഡ് ഓഫ് എക്സ്, ഓക്കെ, എക്സിന്റെ നൈബർഹുഡ് എന്ന് പറയണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ് G such that x belongs to G and G contained in U. Okay, എന്ന് പറഞ്ഞ മീനിങ്, നമുക്ക് ഈ യുവിന് നമുക്ക് എക്സിന്റെ നൈബർഹുഡ് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, ഈ ടോപ്പോളജിന്ന് ഒരു എലമെന്റ് നമുക്ക് കിട്ടണം. നമുക്ക് കിട്ടേണ്ട എലമെന്റ് ഏതാണ്, ജി. അതാണ് ഓപ്പൺ സെറ്റ്. ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പോളജിയിൽ എലമെന്റ് ജി നമുക്ക് കിട്ടണം. എക്സ് എന്നുള്ള പോയിന്റ് ജിയിൽ ഉണ്ടായിരിക്കണം, ജി യുവിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ള പോയിന്റ് നോക്കൂ, ഇപ്പൊ ജിയിലുണ്ട്, ജി എന്തിനുള്ളിലുണ്ട്, യുവിനുള്ളിലാണ്. ഇങ്ങനത്തെ ഒരു ഓപ്പൺ സെറ്റ് ജി നമുക്ക് ടോപ്പോളജിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈ എക്സ് എന്നുള്ള പോയിന്റിന്റെ നൈബർഹുഡ് ആണ് ആര്, യു എന്നുള്ള സെറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് നൈബർഹുഡിന്റെ ഡെഫിനിഷൻ. നോക്കൂ, ഇങ്ങനെ എക്സ് എന്നുള്ള പോയിന്റിന് ഒരു ഓപ്പൺ സെറ്റ്, ഒരു നൈബർഹുഡ് മാത്രമാണെന്നില്ല, ഒരുപാട് നൈബർഹുഡ് ഉണ്ടാവും. ചിലപ്പോൾ വി എന്നുള്ള എന്തായിരിക്കും, ഓക്കെ, വി എന്നുള്ള എന്തായിരിക്കും, നോക്കൂ, വി എന്നുള്ള സെറ്റിനകത്ത് എക്സ് ഉണ്ട്, ഈ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ജി എന്തിനകത്തുണ്ട്, വിക്കകത്തുണ്ട്. അപ്പോൾ വി എന്തായിരിക്കും, ഒരു നൈബർഹുഡ് ആയിരിക്കും. ഇങ്ങനെ എക്സിന്റെ നൈബർഹുഡ്സിന്റെ കളക്ഷൻ, ആ നൈബർഹുഡ്സിന്റെ കളക്ഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, നൈബർഹുഡ് സിസ്റ്റം അറ്റ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് എന്നുള്ള പോയിന്റിന്റെ നൈബർഹുഡ്സിന്റെ കളക്ഷൻ ആണ് നമ്മൾ നൈബർഹുഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എൻ എക്സ് എന്നാണ്. ഓക്കെ, ഇനി നോക്കൂ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ യു എന്നുള്ളത് എൻ എക്സിൽ ഉണ്ടെങ്കിൽ നോക്കൂ, യു എന്നുള്ളത് എൻ എക്സിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മീനിങ് നൈബർഹുഡ് സിസ്റ്റത്തിൽ ഒരു നൈബർഹുഡ് ആണ് ആര്, യു. ഓക്കെ, ഇപ്പൊ യു എൻ എക്സിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മീനിങ് യു നൈബർഹുഡ് ആണ്. അങ്ങനെയാണ് എക്സ് എന്തിൽ ഉണ്ടാവണം, യുവിൽ ഉണ്ടാവണം. നോക്കൂ, എക്സ് യുവിലില്ലേ, അപ്പൊ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് എ. എ ശരിയാണ്. അപ്പൊ എ എന്താണ്, ട്രൂ ആണ്. ഇനി നോക്കൂ, യുവും വിയും എൻ എക്സിൽ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ യുവും വിയും എക്സിന്റെ നൈബർഹുഡ് ആണെങ്കിൽ യു ഇന്റർസെക്ഷൻ വിയും എൻ എക്സിൽ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ യു ഇന്റർസെക്ഷൻ വി നൈബർഹുഡ് ആയിരിക്കും. നിങ്ങൾ ഓർത്തിരിക്കുക, രണ്ട് നൈബർഹുഡിന്റെ ഇന്റർസെക്ഷൻ നൈബർഹുഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്, യുവും വി രണ്ട് നൈബർഹുഡ് ആണ്, യു ഇന്റർസെക്ഷൻ വിയും നൈബർഹുഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് ട്രൂ ആണ്. ഇന്റർസെക്ഷൻ ഓഫ് നൈബർഹുഡ്സ് നൈബർഹുഡ്സ് ആണ്. ഓക്കെ, ഇനി നോക്കൂ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. A set G is open in X if and only if G belongs to Nx for all X in G. Okay, G എന്നുള്ളത് എക്സിന്റെ ഓപ്പൺ സെറ്റ് ആണെങ്കിൽ, G എന്നുള്ളത് എക്സിന്റെ ടോപ്പോളജിയിൽ എലമെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് നൈബർഹുഡ് Nx ന് ഒരു G ഉണ്ടായിരിക്കും, എക്സ് ജിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഇതും എന്താണ്, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മളെ നൈബർഹുഡ്, നമ്മൾ ആ G എന്നുള്ളത് ഒരു ഓപ്പൺ സെറ്റ് ആണെങ്കിൽ ആ G എന്നുള്ളത് എന്തായിരിക്കും, ഒരു നൈബർഹുഡും കൂടെ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. G എന്നുള്ള ഒരു ഓപ്പൺ സെറ്റ് ആണെങ്കിൽ G എന്നുള്ള ഒരു നൈബർഹുഡ് ആയിരിക്കും. അതേപോലെ G എന്നുള്ള നൈബർഹുഡ് ആണെങ്കിൽ അത് എന്തായിരിക്കും, ഓപ്പൺ സെറ്റ് ആയിരിക്കും. അതും എന്താണ്, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നമുക്കിവിടെ വേണ്ടത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. സി നോക്കാം. ഇഫ് വി ബിലോങ്സ് ടു എൻ എക്സ്, വി എന്നുള്ളൊരു നൈബർഹുഡ് ഉണ്ട്. ഓക്കെ, എക്സിന്റെ ഒരു നൈബർഹുഡ് ആണ് വി. യു എന്തിൽ കണ്ടെയ്ൻഡ് ആണ്, വിയിൽ കണ്ടെയ്ൻഡ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം. അപ്പൊ നോക്കൂ, അവിടെ അവരിവിടെ പറഞ്ഞിട്ടുള്ളത് വി എന്നുള്ളത് ഒരു നൈബർഹുഡ് ആണെന്ന് വിചാരിക്കുക. എക്സിന്റെ ഒരു നൈബർഹുഡ് ആണ് ആരും വി. ഇനി യു എന്നുള്ളത് വിയിൽ കണ്ടെയ്ൻഡ് ആണ്, ഇത് യു ആണ്. അങ്ങനെയാണെങ്കിൽ യു എൻ എക്സിൽ ഉണ്ടാവും. ഈ യു എന്തിലുണ്ടാവും, യു ഒരു നൈബർഹുഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ആ യു നൈബർഹുഡ് ആണെന്നില്ല. എന്ന് പറഞ്ഞാൽ മീനിങ് വി എന്നുള്ളത് നൈബർഹുഡ് ആണെങ്കിൽ അതിനേക്കാൾ ചെറിയ സെറ്റ് യു നൈബർഹുഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അതാണെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, സി ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ, കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് എ ബി ഡി എന്നുള്ള ഈ മൂന്ന് ഓപ്ഷൻ എന്താണ്, നൈബർഹുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, റിസൾട്ട്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് ട്രൂ? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കൂ, എ സബ്സെറ്റ് ഓഫ് ആർ ഈസ് കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ആൻ ഇന്റർവെൽ. ആറിന്റെ ഒരു സബ്സെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ആ സബ്സെറ്റ് ഒരു ഇന്റർവെൽ ആയിരിക്കണം. ഇന്റർവെൽ ആണെങ്കിൽ അത് കണക്റ്റഡ് ആയിരിക്കും. ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു തിയറമാണ്, പ്രൂഫ് ഉണ്ട്, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ ട്രൂ അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ട്രൂ ആണ്, ഇതല്ല നമ്മുടെ ആൻസർ. നമുക്ക് എവറി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ഈസ് കോമ്പാക്ട്. ഇത് റിയലിലൊക്കെ നമ്മൾ പറയുന്നത് തന്നെയാണ്. ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ കോമ്പാക്ട് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇന്റർവെൽ നമ്മൾ എടുത്തു. എ ബി എന്നുള്ളൊരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിട്ടുള്ള ഇന്റർവെൽ ആണ്. എൻഡ് പോയിന്റ്സ് ബൗണ്ടഡ് ആണ്, ക്ലോസ്ഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? കോമ്പാക്ട് ആയിരിക്കും എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഇതിന്റെ ഒരു ഓപ്പൺ കവർ എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓപ്പൺ ഇന്റർവെൽസ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ കവർ ചെയ്തു. ഇത്ര ഓപ്പൺ ഇന്റർവെൽസ് വെച്ച് നമ്മൾ ആരെ? ഈ എ ബിനെ കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പൺ ഇന്റർവെൽസിന്റെ ഫൈനൈറ്റ് സബ്സെറ്റ് വെച്ചിട്ട് നമുക്ക് ആരെ വീണ്ടും കവർ ചെയ്യാൻ പറ്റും? എ ബിനെ കവർ ചെയ്യാൻ പറ്റും. ഇതാണ് എന്ത്? കോമ്പാക്റ്റിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ കോമ്പാക്ട് ആണ്. അതായത് നമുക്ക് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിന് ഏത് ഓപ്പൺ കവർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന് ഫൈനൈറ്റ് ആയിട്ടുള്ള സബ് കവർ കിട്ടും. അതിപ്പോ അതെന്താണ്? കോമ്പാക്ട് ആണ്. ഓക്കെ, ഇനി നോക്കൂ, അപ്പൊ ഇത് ശരിയാണ്, ഇതല്ല നമ്മുടെ ആൻസർ. നോക്കൂ, സി നോക്കാം. ക്ലോഷർ ഓഫ് എ കണക്റ്റഡ് സബ്സെറ്റ് ഈസ് കണക്റ്റഡ്. കണക്റ്റഡ് സബ്സെറ്റിന്റെ ക്ലോഷർ വീണ്ടും കണക്റ്റഡ് ആയിരിക്കും. അതും ട്രൂ ആണ്. അപ്പൊ ഇതുമല്ല നമ്മുടെ ആൻസർ. പറഞ്ഞാൽ ഈ മൂന്നും അല്ല നമ്മുടെ ആൻസർ. ഇത് മൂന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദ്യം. അപ്പൊ എല്ലാം ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? നൺ ഓഫ് ദീസ്. അപ്പൊ ഇത് മൂന്നും റിസൾട്ട് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ടോപ്പോളജിക്കൽ സ്പേസ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്? ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് കൗണ്ടബിലിറ്റി is a hereditary property, metrizability is a hereditary property, regularity is a hereditary property. ഓക്കെ, ഇവിടെ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്നുള്ളൊരു വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ കയ്യിലൊരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എക്സ് ടോ എന്നുള്ളത് എന്താണ്? നമ്മുടെ കയ്യിലൊരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. ഓക്കെ, ഈ എക്സിന്റെ ഒരു സബ്സെറ്റ് ആണ് ഇത് വൈ. അങ്ങനെ നമുക്കറിയാം ഇതിലുള്ള ടോപ്പോളജി ഏതാണ്? സബ്സ്പേസ് ടോപ്പോളജി. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക ടോ ബാർ വൈ എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. അപ്പൊ എക്സ് ടോ എന്നുള്ള ഒരു ടോപ്പോളജി, അതിന്റെ സബ്സ്പേസ് ടോപ്പോളജി ആണ് ഏത്? വൈ ടോ ബാർ വൈ. എക്സിനുള്ള സെയിം പ്രോപ്പർട്ടി തന്നെ വൈക്ക് ഉണ്ടെങ്കിൽ, ഓക്കെ, എക്സിനുള്ള സെയിം പ്രോപ്പർട്ടി വൈക്ക് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ സ്പേസിനുള്ള പ്രോപ്പർട്ടി വൈ എന്നുള്ള സ്പേസിന് ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് പറയും? ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, സെക്കൻഡ് കൗണ്ടബിലിറ്റി ഒരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണ്, അത് ട്രൂ ആണ്. മെട്രൈസബിലിറ്റി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണ്, അത് ട്രൂ ആണ്. റെഗുലാരിറ്റി എന്താണ്? ഹെറിഡിറ്ററി പ്രോപ്പർട്ടി, അതും ട്രൂ ആണ്. മൂന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റോങ് ആയിട്ടുള്ളതാണ്. ഇതെല്ലാം ശരിയാണ്, ഒന്നും റോങ് അല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? നൺ ഓഫ് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ മെട്രിക് സ്പേസ് എവറി വൺ പോയിന്റ് സെറ്റ് ഈസ്. ഓക്കെ, ഒരു മെട്രിക് സ്പേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു പോയിന്റ് മാത്രമുള്ള ഒരു സെറ്റ് എടുക്കുക, ഒരു സബ്സെറ്റ് എടുക്കുക. ആ സെറ്റ് ഓപ്പൺ ആണോ, ഓപ്പണും ക്ലോസ്ഡും ആണോ, ക്ലോസ്ഡ് ആണോ, അല്ലെങ്കിൽ രണ്ടും അല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കുക, നമുക്ക് ചെറിയൊരു റിസൾട്ട് വെച്ച് ഇതിനെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ഓർത്തിരിക്കുക, ഓൾ മെട്രിക് സ്പേസസ് ആർ T4. ഓക്കെ, T4 എന്ന് പറയാം. T4 ആണെങ്കിൽ അത് T1 ആയിരിക്കും. നിങ്ങൾ ഓർത്തിരിക്കുക, T4 ആണ്. നമുക്ക് 4 കാറ്റഗറികളും സ്പേസസ് ഉണ്ട്. T4 സ്പേസ്, T3 സ്പേസ്, T2 സ്പേസ്, T1 സ്പേസ്, T0 സ്പേസ്. 5ഓളം സ്പേസസ് ഉണ്ട്. നിങ്ങൾ ഓർത്തിരിക്കാത്ത റിസൾട്ട് ആണ് ഓൾ മെട്രിക് സ്പേസസ് ആർ T4. നമുക്ക് ഇവിടെ T4 വേണ്ട, T1 മതി. ഓക്കെ, T4 ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി T1 ആണ്. ഓക്കെ, ഓൾ മെട്രിക് സ്പേസസ് ആർ T1. ഇനി എന്താണ് ജസ്റ്റ് T1 സ്പേസ് എന്ന് പറയാം? നമ്മുടെ കയ്യിലൊരു XD എന്നുള്ളൊരു മെട്രിക് സ്പേസ് ഉണ്ട്. ഓക്കെ, ഇതിനെ T1 എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ് എക്സും വൈയും എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് വേണം. ഓക്കെ, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് വേണം. അതിൽ ആരുണ്ടാവാൻ പാടില്ല? വൈ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് വേണം. അതിൽ ആരുണ്ടാവാൻ പാടില്ല? എക്സ് ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ UV എന്ന് പേര് കൊടുക്കുക അതിനെ. ഓക്കെ, അപ്പോൾ XD എന്നുള്ള മെട്രിക് സ്പേസിലെ രണ്ട് എലമെന്റ്സ് ആണ് യുവും വിയും. രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് എക്സും വൈ എടുത്താൽ എക്സിനെയും വൈനെയും കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് ഓപ്പൺ സെറ്റ് കിട്ടണം, യുവും വിയും. ഇതാണ് എന്ത്? T1 സ്പേസിന്റെ ഐഡിയ. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക് സ്പേസ് ആണ്, അത് ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ. ഇതാണ് T1 സ്പേസ്. ഇതൊരു T1 സ്പേസിന്റെ എക്സാമ്പിൾ ആണ്, ഒരു ഐഡിയ ആണ് T1 സ്പേസിന്റെ. അപ്പോൾ ഏതെങ്കിലും ഒരു മെട്രിക് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അത് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ,
ഇനി നോക്കൂ, നമുക്ക് റിസൾട്ട് ഉണ്ട്. ഒരു സ്പേസ് T1 സ്പേസ് ആണെങ്കിൽ അതിലെ സിംഗിൾട്ടൺ എലമെന്റ്സ് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, in a T1 space all singleton elements are closed. Okay, ഇതൊരു റിസൾട്ട് ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. സിംഗിൾട്ടൺ എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ നോക്കൂ. മെട്രിക് സ്പേസ് ആണ്, അത് T1 സ്പേസ് ആണ്. T1 സ്പേസ് ആണെങ്കിൽ ഇതിലെ സിംഗിൾട്ടൺ എലമെന്റ്സ് ക്ലോസ്ഡ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്. മെട്രിക് സ്പേസ് ആണെങ്കിൽ T1 സ്പേസ് ആവും. T1 സ്പേസിലെ 1 പോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ എലമെന്റ്സ് എടുക്കുക, അതെന്താണ്? ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ മെട്രിക് സ്പേസ് R2, D1 where D1 of xy equal to mod x1 minus y1 plus mod x2 minus y2. Okay, for x equal to x1 x2, y equal to y1 y2. The sequence 1 by n, 2n plus 1 by n plus 1 converges to. നമുക്കൊരു മെട്രിക് സ്പേസ് R2 വന്നിട്ടുണ്ട്, അതിലൊരു മെട്രിക് D1 വന്നിട്ടുണ്ട്. D1 ഉള്ള മെട്രിക് ഏതാണ്? mod x1 minus y1 plus mod x2 minus y2. ഓക്കെ, നോക്കൂ, നമുക്കിവിടെ ഒരു സീക്വൻസ് വന്നിട്ടുണ്ട്. ഈ സീക്വൻസ് ഏത് പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന് സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി. 1 എന്നുള്ള സീക്വൻസ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുക? നമുക്കറിയാം 1 എന്നുള്ള സീക്വൻസ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുക? ജസ്റ്റ് ലിമിറ്റ് കൊടുത്തു നോക്കിയാൽ മതി. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ കൂടുമ്പോൾ ഈ നമ്പർ എന്ത് ചെയ്യും? 0ലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എന്താണ്? 0 ആണെന്ന് പറയാം. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 എന്താണ്? 0 ആണെന്ന് പറയാം. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ നമ്മൾ രണ്ടാമത്തതിൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2n plus 1 by n plus 1 എന്താന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഡയറക്റ്റ് n-ന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ നമ്മൾ n കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2n by n plus 1 by n. മുകളിലുള്ള ന്യൂമറേറ്ററിലുള്ള രണ്ട് ടേമിനെ സെപ്പറേറ്റ് ഞാൻ n കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള രണ്ട് ടേമിനെ ഞാൻ എന്ത് ചെയ്തു? സെപ്പറേറ്റ് n കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? n ക്യാൻസൽ ചെയ്യാം. ഇപ്പൊ നോക്കൂ, നമുക്ക് എന്തായിട്ട് മാറിയത്? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2 plus 1 by n ഡിവൈഡഡ് ബൈ 1 plus 1 by n എന്നുള്ള ഫോമിലേക്ക് എത്തി. നോക്കൂ, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ 2-ന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് 2 തന്നെയാണ്. 2 പ്ലസ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 by n എന്താണ്? അത് 0 ആണ്. ഡിവൈഡഡ് ബൈ താഴെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1-ന്റെ ലിമിറ്റ് എന്താണ്? 1 ആണ്. പ്ലസ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 by n എന്താണ്? 0 ആണ്. നമുക്ക് ആൻസർ എന്താണ്? 2/1 2 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് 0ലേക്കും സെക്കൻഡ് സീക്വൻസ് 2ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ 0, 2 എന്നുള്ള ഓപ്ഷൻ ഇതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് Q denotes a set of all rational numbers with the usual metric T of xy equal to mod x minus y. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെ Q എന്നുള്ളത്? എന്താണ്? റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. ഓക്കെ, അതിന്റെ കൂടെയുള്ള മെട്രിക് ഏതാണ്? D of xy equal to mod x minus y. ഓക്കെ, അപ്പോൾ നമുക്കൊരു മെട്രിക് സ്പേസ് കിട്ടി. Q വിത്ത് മെട്രിക് D എന്നുള്ള മെട്രിക് ഏതാണ്? mod x minus y. ഓക്കെ, എക്സും വൈയും റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, കൺസിഡർ ദ സീക്വൻസ് 1.4, 1.41, 1.414 etc. ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ദ സീക്വൻസ് ഓഫ് ദ ഡെസിമൽ അപ്രോക്സിമേഷൻ ഓഫ് √2. √2ന്റെ ഡെസിമൽ അപ്രോക്സിമേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, to 1, 2, 3 etc. ഡെസിമൽ പ്ലേസസ്. ഇത് √2ന്റെ 1 ഡെസിമൽ പ്ലേസ്, √2ന്റെ 2 ഡെസിമൽ പ്ലേസ് എക്സെട്ര. ആ രീതിയിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, then which of the following statements is true? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. Sequence is Cauchy and convergent in Q. Sequence is Cauchy but not convergent in Q, etc. Cauchy ആണ്, Cauchy അല്ല, convergent ആണ്, convergent അല്ല എന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് Cauchy ആണോ convergent ആണോ ചെക്ക് ചെയ്താൽ മതി. അത് രണ്ട് കാര്യം ചെക്ക് ചെയ്യണം. നമുക്ക് ഒരു സീക്വൻസിനെ Cauchy സീക്വൻസ് നമുക്ക് പറയാം. നമുക്കൊരു സീക്വൻസ് ഉണ്ട് x1, x2, x3 etc. ഓക്കെ, x3 ഉള്ള ഒരു മെട്രിക് സ്പേസിൽ നമുക്ക് ഇവിടെ ഒരു മെട്രിക് സ്പേസ് ഉണ്ട്, നമുക്കൊരു സീക്വൻസും തന്നിട്ടുണ്ട്. ഓക്കെ, Cauchy എന്ന് പറയണമെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് നമ്പർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഒരു പോസിറ്റീവ് ഇൻഡിജർ n കിട്ടണം. ആ n-നേക്കാട്ടിലും വലിയ ഏത് m ഉം n ഉം ചൂസ് ചെയ്ത് കഴിഞ്ഞാലും, ആ n-നേക്കാട്ടിലും വലിയ ഏത് നമ്പേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും
ആ എക്സും എക്സനും സീക്വൻസിൽ ആ പൊസിഷൻസ് ടേംസ് തമ്മിലുള്ള പൊസിഷൻസിന്റെ ഡിഫറൻസ് എന്തായിരിക്കണം? ലെസ് ദാൻ 6 ആയിരിക്കണം, 6നേക്കാൾ ചെറുതായിരിക്കണം. എന്ന് പറഞ്ഞാൽ സീക്വൻസിലെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവായിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്ന സീക്വൻസ് കോഷി ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്ന സീക്വൻസ് ഏതാണ്? 1, 1.4, ഓക്കെ, അടുത്തത് 1.41, ഇത് 1.414 എക്സെട്ര. ഇതാണല്ലോ നമുക്ക് തന്ന സീക്വൻസ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ ഫസ്റ്റ് ടേം ഇതാണ്, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. ഓക്കെ, നമുക്ക് ഈ x3 ഇതാണ്, നമുക്ക് വേണമെങ്കിൽ നമുക്ക് x1 x2 x3 എന്ന് കൊടുക്കാം. ഇതാണ് x1 ഫസ്റ്റ് ടേം, ഇതാണ് x2, ഇതാണ് x3. നമുക്ക് ഈ x1ഉം അല്ലെങ്കിൽ x3ഉം x2ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. അതായത് d ഓഫ് x3, x2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ മീനിങ്? നമുക്കറിയാം d ഓഫ് രണ്ട് പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? മോഡ് x മൈനസ് 5 അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് x3 മൈനസ് x2 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, മോഡ് x3 മൈനസ് x2. ഓക്കെ, ഇനി നോക്കൂ, നമുക്കിവിടെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ d ഓഫ് x3 x2 എന്താണ്? x3 എന്നാൽ 1.414. ഓക്കെ, 1.414 മൈനസ് അടുത്തത് x2 എന്ന് പറയുമ്പോൾ എന്താണ്? 1.41. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് ഈ ഡിഫറൻസ് എത്ര നമുക്ക് ആൻസർ കിട്ടുന്നത്? നോക്കൂ, 1.414 ന്ന് 1.41 നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.004 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, 0.004 ബിക്കോസ് 1.414 ന് നമ്മൾ 1.41 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.004 നമുക്ക് ആൻസർ കിട്ടും. എന്ന് പറഞ്ഞാൽ അത് അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 0.004. നോക്കൂ, നമുക്ക് d ഓഫ് x3 x2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.004 ആണ് കിട്ടിയത്. നമുക്ക് ഡെഫിനിഷൻ നോക്കൂ, d ഓഫ് x3 x2 ലെസ് ദാൻ 6 ആവുന്ന ഒരു 6 ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ 6ന് എന്ത് ചെയ്യാം? ഒരു 0.005 ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, 0.005 ആയിട്ട് ചൂസ് ചെയ്യാം. നോക്കൂ, ഇപ്പൊ നോക്കൂ, d ഓഫ് x3, x2 ലെസ് ദാൻ 6 ആണോ? എന്ന് പറഞ്ഞാൽ d ഓഫ് x3, x2 എത്രയാണ്? 0.004 ലെസ് ദാൻ 6 എത്രയാണ്? 0.005. ഓക്കെ, അപ്പൊ ഈ 6നേക്കാട്ടിലും ചെറുതായിട്ട് ആര് വരുന്നുണ്ട്? d ഓഫ് x3, x2 വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഏത് നമ്പറാണ് നമ്മൾ എടുത്തത്? സെക്കൻഡും തേർഡും. അപ്പോൾ m n നമുക്ക് കിട്ടി. m ആരാണ്? ഇവിടുത്തെ 3 ആണ്. n ആരാണ്? 2 ആണ്. ഓക്കെ, അപ്പൊ m n നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി. m 3 n 2. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ n എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. കാരണം ഇവിടെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ n നേക്കാട്ടിലും വലിയ ഏത് m n എടുത്താലും എന്നാണ്. നോക്കൂ, n നെ ക്യാപിറ്റൽ n 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതായിട്ടുള്ള 2 ഉം 3 എടുത്തു നമ്മൾ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഒരു പോസിറ്റീവ് നമ്പർ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് 6, 0.005. അതിനേക്കാട്ടിലും ചെറുതാണ് ആര്? സീക്വൻസിലെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ സീക്വൻസ് എന്താണ്? കോഷി സീക്വൻസ്. അപ്പൊ ഞാൻ വളരെ അടുത്ത രണ്ട് ടേംസ് ആണ് എടുത്തത്. കുറേ ദൂരത്തുള്ള രണ്ട് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ, ഈ അബ്സല്യൂട്ട് വാല്യൂ വളരെ ചെറുതായിരിക്കും. അപ്രോക്സിമേറ്റ്ലി 0 വളരെ അടുത്തായിരിക്കും. ഓക്കെ, നമുക്ക് ഈ സീക്വൻസ് എന്താണ്? കോഷി ആണ് നമുക്ക് പറയാം. ഓക്കെ, ഇനി നോക്കൂ, ഈ സീക്വൻസ് കോഷി ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിൽ കോഷി അല്ല എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യും? ഒഴിവാക്കാം. കോഷി അല്ല എന്നുള്ള ഓപ്ഷൻ ഏതാണ്? ഒന്ന് സി. ഇത് കോഷി അല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ തേർഡ് ഓപ്ഷനിൽ ഫോർത്ത് ഓപ്ഷനിൽ നമുക്ക് ഒന്നും പറയുന്നില്ല കോഷിനെ കുറിച്ച്. ഫസ്റ്റ് രണ്ട് ഓപ്ഷനിലും കോഷിയാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, കൺവേർജന്റ് ഇൻ ക്യൂ എന്ന് പറയുന്നുണ്ട്. അതേതാ? അങ്ങനെ ചെക്ക് ചെയ്യാം. നോക്കൂ, 1.4, 1.41 എക്സെട്ര. ഈ സീക്വൻസ് നമുക്കറിയാം എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യാം? ഇത് √2 ലേക്കാണ് കൺവേർജ് ചെയ്യാം. നോക്കൂ, √2 എന്നുള്ളത് ഒരു ഇറാഷണൽ നമ്പറാണ്. അത് എവിടെ ഇല്ല? ക്യൂലില്ല. ഓക്കെ, അപ്പൊ √2 എന്നുള്ളത് ഇറാഷണൽ ആണ്, അത് ക്യൂലില്ല. പക്ഷെ കൺവേർജന്റ് ഇൻ ക്യൂ എന്ന് പറയുന്നുണ്ട്. ക്യൂലേക്ക് കൺവേർജ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അത് ശരിയല്ല. അപ്പൊ എയും അല്ല. അപ്പൊ നോക്കൂ, ബി ഓപ്ഷൻ നോക്കൂ, സീക്വൻസ് ഒരു കോഷിയാണ് ബട്ട് നോട്ട് കൺവേർജന്റ് ഇൻ ക്യൂ. ക്യൂലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല, പക്ഷെ കോഷി സീക്വൻസ് ആണ്. അപ്പൊ ബി ആണ് നമ്മുടെ ആൻസർ. ഡിയും നമ്മുടെ ആൻസർ അല്ല.
സീക്വൻസ് ഡൈവേർജന്റ് ഇൻ ആർ എന്ന് പറയുന്നത്. ആറിൽ ഡൈവേർജ് ചെയ്യും, പക്ഷെ അത് ശരിയല്ല, ആറിൽ കൺവേർജന്റ് ആണ്. കാരണം √2 എന്നുള്ളൊരു റിയൽ നമ്പർ ആണ്, ആറിൽ അത് കൺവേർജന്റ് ആണ്. അപ്പോൾ ഡി എന്നുള്ള ഓപ്ഷനും തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് ബി ആൻഡ് വി ഡാഷ് ബി ബേസസ് ഫോർ ദി ടോപ്പോളജീസ് ടോ ആൻഡ് ടോ ഡാഷ് റെസ്പെക്റ്റീവ്ലി ഓൺ എക്സ്. എക്സ് എന്നുള്ള സെറ്റിൽ രണ്ട് ടോപ്പോളജീസ് ഉണ്ട്, ടോയും ടോ ഡാഷും. അതിന്റെ ടോന്റെ ബേസ് ആണ് ആര്? ബി. ടോ ഡാഷിന്റെ ബേസ് ആണ് ബി ഡാഷ്. ഓക്കെ, കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. ടോ ഡാഷ് ഈസ് ഫൈനർ ദാൻ ടി. ഓക്കെ, ഇനി നോക്കൂ. For each x in x and each basis element b in b containing x, there is a basis element b dash belongs to b dash such that x belongs to b dash and b dash subset of b. Then a implies b but b not implies a, etc. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കൂ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുന്നത് ടി അല്ല, ഇതെന്താണ്? ടോ ആണ്. ഇവിടെ പറഞ്ഞ ഇതേ ടോ തന്നെയാണ് ഇത്. ഓക്കെ, നോക്കൂ, ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ടോ ഡാഷ് ഈസ് ഫൈനർ ദാൻ ടോ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നോക്കൂ, ടോ ഡാഷ് ഈസ് ഫൈനർ ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളർ ദാൻ എന്നാണ് മീനിങ്. ഓക്കെ, സ്മോളർ ദാൻ എന്ന് പറഞ്ഞ മീനിങ് നമ്മൾ ഇങ്ങനെ ഇട്ടാൽ മതി, സ്മോളർ ദാൻ ടോ. ഇതിന്റെ മീനിങ് ടോ ഡാഷ് ഉള്ള എല്ലാ ഓപ്പൺ സെറ്റും ടോൽ ഉണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ടോ ഡാഷിലുള്ള എല്ലാ ടോപ്പോളജിയിലെ എലമെന്റ്സും എന്തിലുണ്ട്? ടോന്റെ ടോപ്പോളജിയിലെ എലമെന്റ്സിലുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്റെ മീനിങ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, നമ്മൾ എക്സ് എന്ന് ഏത് പോയിന്റ് എക്സ് എടുത്താലും നമുക്ക് ടോപ്പോളജി ടോന്റെ ബേസിസ് ബി എന്ന് ഒരു ബി എന്നുള്ള എലമെന്റ്, ഒരു ബേസ് എലമെന്റ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ബേസിസ് എലമെന്റ് ബി ഡാഷ് എന്ന് ബി ഡാഷ് കിട്ടും. ഓക്കെ, എക്സ് ഉള്ള പോയിന്റ് ബി ഡാഷിൽ ഉണ്ടാവും, ബി ഡാഷ് ബിയിൽ കണ്ടന്റ് ആയിരിക്കും. ഓക്കെ, ഇതെന്താണ്? ഇത് ബേസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ബേസ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു ടോപ്പോളജി ടോ ഉണ്ട്. ഓക്കെ, ആ ടോപ്പോളജിയുടെ ഒരു ബേസ് ആണ് ബി എന്ന് പറഞ്ഞ മീനിങ്. ടോപ്പോളജിയുള്ള ഏത് എലമെന്റ്സിനും നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ബേസിലുള്ള എലമെന്റ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എന്താണ് നമ്മളെ ടോപ്പോളജിയിൽ u1 u2 എക്സെട്ര un n എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളെ ബേസിൽ എലമെന്റ്സ് ഏതാണ്? b1 b2 എക്സെട്ര bn ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നോക്കൂ, ഇവിടുത്തെ ഈ u1 എന്നുള്ള എലമെന്റ് അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കാം. സപ്പോസ് b1 യൂണിയൻ b2 എന്ന് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഇപ്പൊ നോക്കൂ, ടോപ്പോളജി ഉള്ള ഒരു എലമെന്റിനെ ഞാൻ ബേസിലുള്ള രണ്ട് എലമെന്റ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതി. ഓക്കെ, ഈ u2 എനിക്ക് b1 യൂണിയൻ b3 യൂണിയൻ b5 എന്ന് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പൊ നോക്കൂ, ടോപ്പോളജിയിൽ ഏതൊരു മെമ്പറിനെയും ബേസിലുള്ള എലമെന്റ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സെറ്റിന് നമ്മൾ ശരിക്കും ബേസ് എന്ന് പറയുന്നത് ആരുടെ? ടോപ്പോളജിയുടെ. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ടോ ഡാഷ് ടോനെക്കാട്ടിലും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറഞ്ഞ മീനിങ്. ഇപ്പൊ നമ്മൾ എക്സ് എന്നുള്ള ഒരു പോയിന്റ് എക്സ് നമ്മൾ ചൂസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോന്റെ ബേസ് ബി ന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? നമുക്കൊരു ബേസ് എലമെന്റ്. ഓക്കെ, ബേസിൽ കുറെ എലമെന്റ്സ് ഇല്ലേ, ഇതേപോലെ ടോപ്പോളജി ടോന്റെ ബേസ് ബി ന്ന് നമുക്കൊരു ബേസ് എലമെന്റ് ബി ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആരെ കണ്ടെയ്ൻ ചെയ്യുന്ന? എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പോയിന്റ്. ഓക്കെ, എക്സ് ഉള്ള പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ബേസ് എലമെന്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദർ ഇസ് എ ബേസിസ് എലമെന്റ് ബി ഡാഷ് ഇൻ ബി ഡാഷ്. നമുക്ക് ടോ ഡാഷിന്റെ ബേസിസ് ആയിട്ടുള്ള ബി ഡാഷ് നമുക്കൊരു ബി ഡാഷ് ഉള്ള ഒരു എലമെന്റ് കിട്ടും. ഓക്കെ, അത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? ഈ നമ്മൾ ഇവിടുത്തെ എക്സ് എന്നുള്ള പോയിന്റ് എവിടെ ഉണ്ടായിരിക്കും? ഇവിടുത്തെ ബി ഡാഷിൽ ഉണ്ടായിരിക്കും. ഈ ബി ഡാഷ് ആരുടെ സബ്സെറ്റ് ആയിരിക്കും? ഈ ബി ഡാഷ് ആരുടെ സബ്സെറ്റ് ആയിരിക്കും? ഈ ബിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഇത് എപ്പോഴും ട്രൂ ആണ്. എപ്പോഴും ടോ ഡാഷ് ഈസ് സബ്സെറ്റ് ഓഫ് ടോ ആണെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ഇംപ്ലൈസ് ബി ആണ്, ബി ഇംപ്ലൈസ് എ ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If T and T dash are respectively the usual topology on the Euclidean plane R2 and the topology induced by the lexicographic ordering in R2. Okay, നമ്മുടെ കയ്യിൽ രണ്ട് ടോപ്പോളജിക്കൽ സ്പേസസ് ഉണ്ട്, R2 വിത്ത് ടിയും R2 വിത്ത് ടി ഡാഷും. ഓക്കെ, R2 വിത്ത് ടി എന്നുള്ളത് എന്താണ്? ഇത് ഏതാണ് നമ്മളെ ടോപ്പോളജി? അവിടെ ഈ ടി എന്നുള്ളത് എന്താണ്? യൂഷ്വൽ ടോപ്പോളജി ആണ്. ഓക്കെ, നോക്കൂ, ഇവിടുത്തെ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ യൂഷ്വൽ മെട്രിക് എന്ന് വരുന്ന
ടോപ്പോളജി ആണ് ഇത് യൂഷ്വൽ ടോപ്പോളജി. കാരണം R2ലുള്ള യൂഷ്വൽ മെട്രിക് ഏതാണ്? d of x1 y1 x2 y2 രണ്ട് പോയിന്റ്സ് ഉണ്ട്, x1 y1 x2 y2. R2ലുള്ള രണ്ട് പോയിന്റ്സ് എടുക്കുക. ഇതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഓക്കെ, അത് നമ്മുടെ പ്ലെയിനിലുള്ള ഡിസ്റ്റൻസ്. അതാണ് എന്ത് നമ്മളെ യൂഷ്വൽ മെട്രിക് ഓൺ R2 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഉണ്ടാക്കുന്ന ടോപ്പോളജിയാണ് ഏത്? യൂഷ്വൽ ടോപ്പോളജി ഓൺ R2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പേസ്. രണ്ടാമത്തത് എന്താണ്? R2 വിത്ത് ടി ഡാഷ്. ഓക്കെ, R2 വിത്ത് ടി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടോപ്പോളജി എന്ന് വെച്ചാൽ ലെക്സിക്കോഗ്രാഫിക് ഓർഡറിംഗ് ആണ്. അതായത് നമ്മൾ ഇന്റർവെൽസ് ഒക്കെ നമ്മൾ എടുക്കാം. ഓക്കെ, ഇപ്പൊ ഇന്റർവെൽസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ ചെറുതായിട്ട് ഒരു എലമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതായിട്ട് ഒരു എലമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ ടോപ്പോളജിയാണ് എന്ത്? R2 വിത്ത് ലെക്സിക്കോഗ്രാഫിക് ഓർഡറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്റർവെൽസ് ടോപ്പോളജീസിൽ ഉണ്ടായിരിക്കും R2ന്റെ. നോക്കൂ, ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇപ്പൊ ടിയും ടി ഡാഷും സെയിം ആണ്. ടി സ്ട്രിക്ട്ലി വീക്കർ ദാൻ ടി ഡാഷ്, ടി സ്ട്രിക്ട്ലി സ്ട്രോങ്ങർ ദാൻ ടി ഡാഷ്, ടി ആൻഡ് ടി ഡാഷ് ആർ നോൺ കമ്പയറബിൾ. ഓക്കെ, നമ്മൾ ഒരു ടോപ്പോളജിയെ സ്ട്രോങ്ങർ അല്ലെങ്കിൽ വീക്കർ എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ടി കണ്ടെയ്ൻഡ് ഇൻ ടി ഡാഷ് ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ മീനിങ് എന്താണ്? ടീനെക്കാട്ടിലും സ്ട്രോങ്ങർ ആണ് ടി ഡാഷ്, അല്ലെങ്കിൽ ടി ഡാഷിനെക്കാട്ടിലും വീക്കർ ആണ് ടി. ഇവിടുത്തെ വേറൊരു മീനിങ്, ഇന്നർ മീനിങ്, ടി എന്നുള്ള ടോപ്പോളജിയിലെ എല്ലാ ഓപ്പൺ സെറ്റും ടി ഡാഷ് ഉള്ള ടോപ്പോളജിയിലെ എലമെന്റ്സ് ആണ്. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടുത്തെ കാര്യത്തിൽ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ രണ്ട് ടോപ്പോളജീസും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, ടിയും ടി ഡാഷും എപ്പോഴും എന്തായിരിക്കും? ഈ കേസിൽ സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ R2ലുള്ള യൂഷ്വൽ ടോപ്പോളജിയും R2ലുള്ള ലെക്സിക്കോഗ്രാഫിക് ഓർഡറിംഗ് ഉള്ള ടോപ്പോളജി എന്ത് തന്നെയായിരിക്കും? സെയിം ടോപ്പോളജി ആയിരിക്കും. ഓക്കെ,